ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസി ആൻഡ് ടേസ്റ്റി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. സദ്യയിലെ മെയിൻ താരമായിട്ടുള്ള കഥാപാത്രത്തെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അവിയലിനുള്ള കഷ്ണങ്ങൾ നമുക്ക് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. കൂടുതലുള്ളത് കനം കുറച്ചും വേവ് കുറവുള്ളത് കനം കൂട്ടിയും അരിഞ്ഞെടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് വെന്ത് പാകമായി വരുന്നതിന് വേണ്ടിയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് ചേന, ക്യാരറ്റ്, മുരിങ്ങാക്കോല്, പൊട്ടറ്റോ, പയർ, കായ്, വഴുതനങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, പച്ചമുളക് എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ എണ്ണയും കൂടെ, അതായത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തിരുമ്മിയെടുക്കണം, എല്ലാ ഭാഗത്തും പറ്റണം. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വേറെ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു വെച്ച് അത് വേവിക്കാനായി മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 8-10 മിനിറ്റോളം ആവിയിൽ നന്നായി വെച്ച് പച്ചക്കറി വേവിച്ചെടുക്കണം. ഓക്കെ, അതവിടെ ഇരുന്ന് വേവട്ടെ. നമ്മുടെ ഗ്ലാസ് ലിഡിലൊക്കെ ആവി വന്നിട്ട് വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് കാണാം. അടുത്തായി നമുക്ക് ഇതിനിടയ്ക്ക് ഇടാനുള്ള അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാൻ എടുക്കുന്ന 13 എണ്ണമാണ്. ഞാൻ ഇപ്പോൾ പറയുന്ന കണക്കെല്ലാം ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കണക്കനുസരിച്ചാണ്. ഉള്ളിയുടെ അതേ അളവിൽ തന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 13 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തത് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കടുകും ആവശ്യത്തിന് കറിവേപ്പിലയാണ്. ഇനി അത് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. മറ്റൊരു സൈഡിൽ നമ്മൾ വേവിക്കാൻ വെച്ച നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ പറ്റും. ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ അരപ്പിട്ട് പൊത്തി വെച്ച് കൊടുക്കാം. ഒന്നുകൂടെ എന്നിട്ട് സ്റ്റീം ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ അരച്ച് വെച്ച അരപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് വെച്ച് നമുക്ക് ലിഡ് വെച്ച് മൂടി വെച്ച് കൊടുക്കാം. അത് കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം ആവിയിലിരുന്ന് വേവട്ടെ. നമ്മൾ ഓൾറെഡി ഒഴിച്ച 1 കപ്പ് വെള്ളവും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അത് അത്യാവശ്യം വറ്റി വരണം. ഇതിൻ്റെ അകത്ത് ഞാൻ പാകം കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നന്നായി അത്യാവശ്യം വെള്ളം വറ്റി വരും. എന്നാൽ കംപ്ലീറ്റായി വെള്ളം വറ്റാനും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം പറ്റുന്നുണ്ടോ എന്ന് തുറന്ന് നോക്കണം നമ്മൾ. ഇനി നമുക്ക് ലിഡ് തുറന്നിട്ട് എന്തോ ഒന്ന് എടുത്തു നോക്കാം. നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. ഇനി നമ്മുടെ അരപ്പ് വെജിറ്റബിൾസിൻ്റെ എല്ലായിടത്തും പറ്റാൻ പാകത്തിന് ഇളക്കിയിട്ട് കൊടുക്കാം. വെള്ളം എന്തോരം വേണം, അല്ലെങ്കിൽ വെള്ളം എന്തോരം പറ്റേണ്ട പാകം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മളിങ്ങനെ ചെറിയൊരു ക്യാപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി മാത്രം വെള്ളം, ജസ്റ്റ് ഇച്ചിരി മാത്രം വെള്ളം കാണാം. അതാണ് ഒരു പാകം. നമ്മുടെ അവിയലിന് എന്തോരം വെള്ളം വേണമെന്നുള്ള പാകം അതാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കുന്നത് നിർത്താം, അല്ലെങ്കിൽ വറ്റുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തേണ്ടി വരും. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവിയൽ സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.